പ്രൈസല്ലോ ഹല്ലേലൂയ. അഭിഷേകം അന്ന എന്ന വചന സന്ദേശത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ചിന്തയ്ക്ക് ആധാരമായ ദൈവവചനം അപ്പസ്തോല പ്രവർത്തനം 4-ാം അധ്യായത്തിൽ അപ്പസ്തോലന്മാരുടെ കൈകളാൽ ദൈവത്തിന്റെ വലിയ പ്രവൃത്തി ഒരു മുടന്തനായ മനുഷ്യന് കൊടുത്ത സൗഖ്യത്തെ കണ്ട് അന്നുണ്ടായിരുന്ന പുരോഹിതന്മാരും അധികാരികളും അവർക്ക് വിരോധമായി സംസാരിക്കുവാനും തടവിലാക്കുവാനും ഇടവന്നപ്പോൾ അവർ ധീരതയോടുകൂടെ കർത്താവിന്റെ വചനത്തിലും കർത്താവിന്റെ നാമത്തിന് മുമ്പിലും നിൽക്കുവാൻ കർത്താവ് അവർക്ക് ശക്തി കൊടുത്തു. ഈ നാമം ഇനി ആരോടും സംസാരിക്കരുത്, ഈ നാമം ഇനി ആരോടും പറയരുത് എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ദൈവത്തെക്കാൾ അധികം നിങ്ങളെ ആരെയും അനുസരിക്കില്ല എന്ന് പറയുവാൻ ഇടവന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇവർക്ക് താക്കീത് കൊടുക്കാൻ ഇടവന്നത്? ഇവരിലൂടെ ചെയ്ത ദൈവപ്രവൃത്തി കണ്ട് ആദ്യം ഒരു 3000 പേരും അതിന്റെ പിന്നാലെ 5000 പേരും ഇവരോട് കൂടെ ചേരുവാനും കർത്താവിന്റെ സ്നേഹം അറിയുവാനും ഇടയായി. ഈ സ്നേഹത്തിന്റെ അഭിഷേകത്തിലേക്ക് ഇവരെ പരിശുദ്ധാത്മാവ് കൂട്ടിക്കൊണ്ടുവരുമ്പോൾ ഇതെല്ലാം കണ്ട് അസൂയാലുക്കളായ അധികാരികൾ ഇനി ഇങ്ങനെ പോയാൽ ഇവരെ പിടിച്ചാൽ കിട്ടിയല്ല, ഇവരിലൂടെ അനേകം മനുഷ്യർ കൂടുമെന്നെല്ലാം അവർക്ക് തോന്നാൻ ഇടവന്നു. അപ്പോസ്തല പ്രവർത്തനത്തിൽ 4:27 നീ അഭിഷേകം ചെയ്ത യേശു എന്ന നിന്റെ പരിശുദ്ധ ദാസന് വിരോധമായി ഹെരോദോവും പന്തിയോസ് പീലാത്തോസും ജാതികളും ഇസ്രായേലും മക്കളും ഈ നഗരത്തിൽ ഒന്നിച്ചുകൂടി സംഭാഷണം എന്ന് നിന്റെ കൈയും നിന്റെ ആലോചനയും മുൻ നിയമിച്ചതൊക്കെയും ചെയ്തിരിക്കുന്ന സത്യം ഇപ്പോഴും കർത്താവ് അവരുടെ ഭീഷണികളെ നോക്കണമേ, ഈ ഭീഷണികളെ നോക്കണമേ എന്ന് അവർ ഹൃദയം കൊണ്ട് പറയുവാനും പ്രാർത്ഥിക്കുവാനും ഇടവരുന്നു. 30 മുതലുള്ള വചനഭാഗത്ത് സൗഖ്യമാക്കാൻ നിന്റെ കൈ നീട്ടുന്നതിനാലും നിന്റെ പരിശുദ്ധദാസനായ യേശുവിന്റെ നാമത്താൽ അടയാളങ്ങളും അത്ഭുതങ്ങളും ഉണ്ടാകുന്നതിനാലും നിന്റെ വചനം പൂർണ്ണ ധൈര്യത്തോടുകൂടെ പ്രസ്താവിക്കുവാൻ നിന്റെ ദാസന്മാർക്ക് കൃപ നൽകണമേ. അവരൊന്നിച്ചുകൂടിയിരുന്നുള്ള ഒരു വലിയൊരു പ്രാർത്ഥനയുടെ നിമിഷമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അവരിങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്, സൗഖ്യമാക്കാൻ നിന്റെ കൈ നീട്ടണം. രോഗികളുള്ള അനേകം മനുഷ്യരുള്ള സ്ഥലത്താണ് അവരായിരുന്നത്. അവർ പ്രാർത്ഥിക്കുക, കർത്താവേ രോഗികളുടെ മേൽ നിന്റെ കൈ നീട്ടണം. മനുഷ്യൻ ഒരു രോഗിയുടെ മേൽ കൈവച്ചത് കൊണ്ടല്ല സൗഖ്യമാക്കുന്നത്. യേശുവെ നിന്റെ കൈ ആ രോഗിയുടെ മേൽ അവിടുന്ന് വെക്കണമേ എന്നാണ് ഇവർ പ്രാർത്ഥിച്ചത്. സൗഖ്യമാക്കാൻ നിന്റെ കൈ നീട്ടുന്നതിനാലും നിന്റെ പരിശുദ്ധദാസനായ യേശുവിന്റെ നാമത്താൽ അടയാളങ്ങളും അത്ഭുതങ്ങളും ഉണ്ടാകുന്നതിനാലും നിന്റെ വചനം പൂർണ്ണ ധൈര്യത്തോടുകൂടെ പ്രസ്താവിക്കുവാൻ നിന്റെ ദാസന്മാർക്ക് കൃപ നൽകണമേ. ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അവരുടെ ഒരു പ്രാർത്ഥനയായിരുന്നു കേട്ടോ, തുറന്ന ഹൃദയത്തോടെ തുറന്ന മനസ്സോടെ. കാരണം ഇങ്ങനെ അവർക്ക് പ്രാർത്ഥിക്കാൻ ഇടയ വന്നത് ഭയങ്കര എതിർപ്പിന്റെ സമയത്തായിരുന്നു അവർ ആയിരുന്നത്. ആരും ഇവർക്ക് സപ്പോർട്ടില്ല. അധികാരികള്, പുരോഹിതന്മാര് എല്ലാവർക്കും ഇവർക്ക് എതിരായിരുന്നു. ഈ അപ്പസ്തോലന്മാർക്ക് ഈ എതിരായിരുന്നതിന്റെ നടുവിലാണ് ഇവരിങ്ങനെ പ്രാർത്ഥിച്ചത്. ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അവർ കൂടിയിരുന്ന സ്ഥലം കുലുങ്ങി. കാരണം ദൈവശബ്ദം അവരുടെ കൂടിയിരുന്ന മധ്യത്തിലേക്ക് ഇറങ്ങി വരാൻ കർത്താവ് ഇടയാക്കി. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ദൈവവചനം ധൈര്യത്തോടെ പ്രസ്താവിച്ചു. ദൈവാത്മാവ് അവരുടെ അകത്തേക്ക് കടന്നു വരുന്ന ഒരു ആത്മീയ അന്തരീക്ഷം ഉണ്ടായത്. ഇവിടെ അവരുടെ പ്രാർത്ഥന കേൾക്കണം. രോഗികളെ സൗഖ്യമാക്കാൻ കർത്താവെ നിന്റെ കരം നീട്ടണമേ. ഈ വചനം കേൾക്കുന്ന രോഗികളുണ്ടെങ്കിൽ അവർ ഹൃദയം തുറന്ന് മനസ്സ് തുറന്ന് കർത്താവിന്റെ സന്നിധിയിൽ ഒന്ന് പ്രാർത്ഥിച്ചാൽ മതി. കർത്താവെ നിന്റെ കരം നീട്ടണമേ എന്നെ സൗഖ്യമാക്കാൻ. കർത്താവെ എന്റെ ജീവിതത്തിലെ ചില പ്രശ്നങ്ങളുണ്ട്, നിന്റെ കരം നീട്ടണമേ ഈ പ്രശ്നങ്ങളെ മാറ്റാൻ. കർത്താവെ എന്റെ ജീവിതത്തിൽ ചില തടസ്സങ്ങളുണ്ട്, കർത്താവെ നിന്റെ കരം നീട്ടണമേ ഈ തടസ്സങ്ങൾ മാറ്റാൻ. ഇന്ന് യേശു നമ്മുടെ മധ്യേ കടന്നു വന്ന ദൈവമാണ്. ഇതുപോലെ അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവരുടെ നടുവിലാണ് കർത്താവിന്റെ ആത്മാവ് ശക്തമായി അവരുടെ ഇടയിലേക്ക് ഇറങ്ങി വരുന്നത് കാണാൻ ഇടവന്നത്. അവരുടെ ആ എതിർപ്പുകളുടെ നടുവിൽ, ആ പ്രശ്നങ്ങളുടെ നടുവിൽ, ആ രോഗത്തിന്റെയും പ്രതികൂലങ്ങളുടെ നടുവിലുള്ള ഒരു പ്രാർത്ഥനയുണ്ടല്ലോ,
കർത്താവ് നമ്മുടെ മധ്യ ഇറങ്ങി വരുന്നത് നമുക്ക് കാണാൻ കഴിയും. ഒരു നിമിഷം രോഗമുള്ളവർ ആ രോഗമുള്ള സ്ഥലത്തേക്ക് ആ കരങ്ങളൊന്ന് വെച്ച് കർത്താവിനോട് ഇങ്ങനെ പ്രാർത്ഥിക്കാം: കർത്താവേ, നിന്റെ നീളമുള്ള കരം എന്റെ രോഗമുള്ള സ്ഥലത്ത് നിന്റെ കരം വെക്കണം. നിന്റെ കരം ഇപ്പൊ വെച്ചാൽ ഏത് വലിയ രോഗമാണെങ്കിലും, ഏത് വലിയ പ്രശ്നമാണെങ്കിലും, ഏത് വലിയ പ്രതിസന്ധികളാണെങ്കിലും യേശുവേ, നീ ഇപ്പൊ സൗഖ്യപ്പെടുത്താൻ മതിയായ ദൈവമാണ്. ഞങ്ങളുടെ വിശ്വാസത്തെ ഒന്ന് വർദ്ധിപ്പിക്കട്ടെ എന്ന് ഹൃദയത്തിൽ ഒന്ന് പ്രാർത്ഥിച്ചേ. കർത്താവ് ഇപ്പൊ ഇടപെടുക, അവന്റെ സാന്നിധ്യം ഇപ്പൊ നിറയുക, അവന്റെ ശക്തി കൊണ്ട് ഇപ്പൊ നിറയുക, അവന്റെ അഭിഷേകം കൊണ്ട് ഇപ്പൊ നിറയുക. കർത്താവേ, നിന്റെ കൃപ ഇപ്പൊ നിറഞ്ഞിപ്പോൾ പ്രവർത്തിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് മഹത്വം എടുക്കണം, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ.